ഇയർ ഔട്ട് സംവിധാനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിനിടെ AR ക്യാമ്പിലെ CPO അച്ചുവിന്റെ കൈവിരലറ്റു. പ്രതിഷേധക്കാർ ബാരിക്കേഡ് തള്ളിയപ്പോൾ ഇടയ്ക്ക് കുടുങ്ങിയതാണ് വലത് കൈയിലെ കൈവിരൽ അറ്റുപോകാൻ കാരണം. അതേസമയം 27-ന് VC ചർച്ച നടത്തുമെന്ന ഉറപ്പിൽ SFI സമരം അവസാനിപ്പിച്ചു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, ഒരു CPOയ്ക്ക് വിരൽ നഷ്ടമാകുന്ന അവസ്ഥ വരെ ഈ പ്രതിഷേധത്തിലുണ്ടായല്ലോ, വിവരങ്ങൾ എന്താണ്? എന്തായാലും അല്പസമയം മുൻപാണ് ഈ സമരം എന്തായാലും അവസാനിക്കുന്നത്. സമരം ആദ്യഘട്ടത്തിൽ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഇത്തരത്തിൽ ഇയർ ഔട്ട് സംവിധാനം വേണ്ട, അത് നിർത്തലാക്കണമെന്ന ആവശ്യവുമായി SFI സമരത്തിൽ ഏർപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് എല്ലാ ഘട്ടത്തിലും ഈ സാങ്കേതിക സർവകലാശാലയിൽ സമരം നടക്കുമ്പോൾ ബാരിക്കേഡും മറികടന്ന് സർവകലാശാല ക്യാമ്പസിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കടക്കുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇത്തവണയും SFI പ്രവർത്തകർ ഇത്തരത്തിൽ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പല വഴിയിലൂടെ സർവകലാശാലയ്ക്കുള്ളിലെത്തി. എന്നാൽ VC സർവകലാശാലയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. പ്രതിഷേധത്തിന് ശേഷം ജോയിന്റ് രജിസ്ട്രാറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിലവിൽ എന്തായാലും 27-ാം തീയതി VCയുമായി ചർച്ച നടത്താൻ കഴിയും എന്ന ഉറപ്പിൽ സമരം അവസാനിക്കുന്നത്. അപ്പോഴും ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന ബാരിക്കേഡ് തള്ളി മറിച്ചിടാൻ ശ്രമിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് CPO AR ക്യാമ്പിലെ CPO അച്ചു എന്ന പോലീസുകാരൻ്റെ വിരൽ ഇതിൽ കുടുങ്ങി അറ്റുപോയത്. ഗുരുതരമായ പരിക്കാണുള്ളത്. നിലവിൽ എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിഷേധം അത് ഈ പോലീസുകാരൻ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഘട്ടത്തിൽ കൂടി കടന്നുപോയി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, വിവരങ്ങൾ നൽകിയത് രാഹുൽ ജി നാഥാണ്.